ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു സ്നേഹം നിറഞ്ഞ ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്നെയും എൻ്റെ ജാങ്കോയെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവവത്സര ആശംസകൾ നേരുന്നു. പിന്നീട് ഞാൻ വലിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ്. പിന്നെ ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ വളരെ ചുരുക്കി. കാരണം ഒക്കെ ബാക്കി വരും. അപ്പോൾ എനിക്ക് ഒരാൾക്കല്ലേ വേണ്ടൂ. അപ്പം ഞാൻ ഒരു കഷ്ണം പുട്ടോ 2 ചപ്പാത്തിയോ 2 ദോശയോ ഒരപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതിന് വലിയ കറികളൊന്നും ഉണ്ടാക്കില്ല. ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ പപ്പടം കാച്ചിയതുണ്ടാവും പുട്ടിന്. അങ്ങനെയൊക്കെ കടലക്കറിയൊന്നും വയ്ക്കാൻ മെനക്കെടാറില്ല. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടാക്കാറില്ല. വെറുതെ തേങ്ങ അരച്ചിട്ട് കളയേണ്ടി വരും. ഇപ്പോഴത്തെ തേങ്ങയുടെ വില എന്താ. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ കാര്യം, ഒരു ഉപ്പേരി, ഒരു ചമ്മന്തി, പിന്നെ തൈര്, പപ്പടം, അച്ചാറ് അങ്ങനത്തെയൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ മതി. എനിക്കതൊക്കെ ഇഷ്ടമുള്ളൂ. എനിക്കധികം കറികൾ ഇങ്ങനെ വലിച്ച് കാണാനും ഇഷ്ടമാണ്, കൊടുക്കാനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. കാരണം ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. എവിടെയെങ്കിലും പോയാലൊക്കെ ആരെങ്കിലും കൈമാറി തരുമ്പോഴൊക്കെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കി. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം ഞാൻ എൻ്റെ ആങ്ങള മരിച്ച് നാട്ടിൽ പോയ സമയത്ത് അവിടെ ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി ഒരു ദിവസം 10-15 ദിവസം അവിടെ നിന്നല്ലോ. അപ്പോഴേ എനിക്ക് ഒരു ഓർമ്മ വന്ന മനസ്സിലേക്ക്, ദൈവമേ, എൻ്റെ കയ്യിലൊരു ചിരട്ടപ്പുട്ടിൻ്റെ ഇതുണ്ടല്ലോ, ഒരു പാത്രം. ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. കാരണമുണ്ട്. കാരണം എൻ്റെ ഏട്ടൻ മരിക്കുമ്പോൾ 14 വർഷമായി മരിച്ചിട്ട്. ഏട്ടൻ മരിക്കണേ അന്ന് രാത്രി 9 മണിക്ക് പെറ്റ് ഷോപ്പ് അടച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണിത്. ഈ പാത്രം, ഈ ചട്ടപ്പൊട്ടിൻ്റെ ഈ ചെറിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ചെറുത് വാങ്ങി എന്താ. അപ്പം പറഞ്ഞു, എനിക്ക് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ കുറയ്ക്കുകയാണ്. രാത്രി എനിക്കൊരു ചെറിയ ഒരു കൈപ്പത്തിയിൽ കൊള്ളുന്ന ഭക്ഷണമേ ഞാൻ കഴിക്കുന്നുള്ളൂ, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സന്തോഷിച്ചു. എനിക്ക് അത്രയും പണി കുറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ രാത്രി ഹെവി ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് സന്തോഷിച്ചിരുന്ന്. അന്ന് രാത്രിയാണ് ഏട്ടൻ മരിക്കണത്. പിന്നെ ഞാൻ അന്ന് ഈ പാത്രം അവിടെ വെച്ചതാണ്. ഞാൻ ഇന്ന് വരെ അത് എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു സങ്കടം. കാരണം ചേട്ടനിത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു ദിവസം പോലും ചേട്ടനിത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ മനസ്സിൽ സങ്കടം നിൽക്കണ കാരണം. അപ്പോൾ ഈ അടുത്ത നാൾ ഞാൻ ഏട്ടൻ്റെ സ്വപ്നം കണ്ടു. അപ്പോൾ നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു സംസാരവും പ്രവൃത്തിയൊക്കെ. അപ്പോൾ ഞാനത് ഓർത്തപ്പോൾ ഞാൻ ഈ ചിരട്ടപ്പുട്ടിൻ്റെ കാര്യം ആലോചിച്ചു. ഇത് കിട്ടി. ഇന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ ഞാൻ പപ്പടം കാച്ചിയതും കൂടിയാണ് കഴിക്കുന്നത്. എൻ്റെ ഏട്ടനിത് കാണുന്നുണ്ടാവും.